ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വഴിതെറ്റി നടക്കുന്ന കൗമാരങ്ങൾ. ഇന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെയാണ്. തങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തി വലുതാക്കാം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു ദൈവാശ്രയ ബോധത്തോടെ എങ്ങനെ അവരെ വളർത്താം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആകുലത. ഇന്ന് മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. പ്രഭാഷകൻ 7:23 ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, അനുസരണത്തിൽ അവരെ പരിശീലിപ്പിക്കുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വചനം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് പുതിയ എപ്പിസോഡുമായി നമ്മുടെ 3 ടീമുകൾ ഇവിടെ റെഡിയാണ്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. ലിസി ചേന്നംകുളത്ത്, സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവമ്പാടി. ആലിസ് എബ്രഹാം വെള്ളാരംകുന്നേൽ, സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവമ്പാടി. ഇവരെ സഹായിക്കാൻ ഇവരുടെ സപ്പോർട്ടിംഗ് ടീമുണ്ട്. ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ബിൻസി ഷിബു കുഴിവേലിൽ, സെന്റ് മേരീസ് ചർച്ച് കല്ലാനോട്. ബിജി ജോൺസൺ താനിക്കൽ, സെന്റ് മേരീസ് ചർച്ച് കല്ലാനോട്. ഇവരെ സഹായിക്കാനും ഇവരുടെ സപ്പോർട്ടിംഗ് ടീമുണ്ട്. ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. ടിൻഡു റോബിൻ, തട്ടാറുകുന്നേൽ, സെന്റ് ജോർജ് ചർച്ച് കുളത്തുവയൽ. ലിസി മുക്കളിൽ, സെന്റ് ജോർജ് ചർച്ച് കുളത്തുവയൽ. ടീം ഗബ്രിയേലിനെ സഹായിക്കാനും ഒരു സപ്പോർട്ടിംഗ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിജയത്തിലേക്കുള്ള ഏത് യാത്രയിലും അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നായകന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 2ാം റൗണ്ടിലാണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത്. ഈ റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് 2 ടീമുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒരു ടീമിന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ മത്സരത്തിന്റെ അവസാനം ആ ടീം ഏതാണെന്ന് നിശ്ചയിക്കപ്പെടും. ആദ്യ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വചനം തിരുവചനം റൗണ്ട്. വചനം തിരുവചനം റൗണ്ടില് 2 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിന് 30 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. അങ്ങനെയാകെ 40 മാർക്കുകൾ മേടിക്കുവാൻ ഓരോ ടീമിനും സാധിക്കും. ടീമിന് ശരിയായ ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ പകുതി മാർക്കുകൾ ലഭിക്കുന്നതാണ്. സപ്പോർട്ടിംഗ് ടീം ഉത്തരം പറയുവാൻ പരാജയപ്പെട്ടാൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. അവർക്ക് പകുതി മാർക്കുകൾ നൽകുന്നതാണ്. ശ്രദ്ധിക്കുക,
ചോദ്യം ചോദിക്കുമ്പോൾ 30 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്കുള്ളത്. പാസ് ചെയ്യുമ്പോൾ 10 സെക്കൻഡും. സപ്പോർട്ടിംഗ് ടീമിന് അവസരം കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 10 സെക്കൻഡുകൾ മാത്രമാണ് നിങ്ങളുടെ സമയം. ചോദ്യം ആരംഭിക്കുന്നു. വചനം തിരുവചനം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം മിഖായലിനോട്. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായി. അവൻ നിവർന്ന് അവളോട് ചോദിച്ചു. എന്താണ് യേശു അവളോട് ചോദിച്ചത്? അതിനെന്ത് മറുപടിയാണ് അവൾ തിരിച്ചു നൽകിയത്? പിന്നീട് യേശു നൽകുന്ന മറുപടിയും കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ഉത്തരം പറയുക. സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായ ഉത്തരം തന്നെയാണ് ടീം മിഖായേൽ നൽകിയിരിക്കുന്നത്. ടീം മിഖായേലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിൽ, അധ്യായം, വാക്യം? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തിരുവചന ഭാഗം, അതിൻ്റെ അധ്യായം, വാക്യം. 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ആരുടെ സുവിശേഷത്തിൽ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഉത്തരം വളരെ ശരിയാണ്. 10-11 തിരുവചനങ്ങളാണ്. ടീം മിഖായേലിന് ആദ്യ റൗണ്ടിൽ 40 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. വചനം തിരുവചന റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം മൂലമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ? യേശു മറുപടി പറഞ്ഞു. എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഉത്തരം ശരിയാണ്. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തരം പറഞ്ഞു തുടങ്ങിയാൽ ഒരാൾ മാത്രമേ പറയാൻ പാടുള്ളൂ. തൊട്ടടുത്ത് നിൽക്കുന്നയാൾ സഹായിച്ചു കൊടുക്കാൻ പാടില്ല. ഉത്തരം പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൂടിയാലോചിക്കാൻ സമയമുണ്ട്. ആ സമയം അതിന് പ്രയോജനപ്പെടുത്തുക. ടീം റാഫേലിന് 30 മാർക്കുകളും ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, അധ്യായം, വാക്യം, ഈ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. ഉത്തരം തെറ്റാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറഞ്ഞ് അവർക്ക് പകുതി മാർക്കുകൾ നേടിക്കൊടുക്കാവുന്നതാണ്. 9-ാം അധ്യായം 3-ാം വാക്യം. ഏത് സുവിശേഷത്തിൽ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് സപ്പോർട്ടിംഗ് ടീം 5 മാർക്കുകൾ നേടിക്കൊടുക്കുന്നു. അഭിനന്ദനങ്ങൾ. ആദ്യ റൗണ്ടിലെ ചോദ്യങ്ങളിൽ നിന്ന് 35 മാർക്കുകൾ ടീം റാഫേൽ കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. വചനം തിരുവചനം റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ചോദ്യം, യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു. എന്ത് മറുപടിയാണ് പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. ബാക്കിയൂടെ പറഞ്ഞു. തൊട്ടടുത്ത് വചനം. സമയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് അവർ പറഞ്ഞു ഉത്തരം പൂർത്തീകരിക്കാവുന്നതാണ്. അവരാരംഭിച്ചിരിക്കുന്ന ഉത്തരം പൂർത്തീകരിക്കാവുന്നതാണ്.
മിഖായൽ ടീമിലേക്ക് പാസ് ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വജസ്സുകൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് ഉത്തരം പൂർണ്ണമായിരിക്കുന്നത്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യും. ആദ്യ ഭാഗം മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ. ടീം ഗബ്രിയേൽ ആദ്യ ഭാഗം തെറ്റുകൂടാതെ പറഞ്ഞതുകൊണ്ടും ആദ്യ റൗണ്ട് ആയതുകൊണ്ടും 10 മാർക്കുകൾ നൽകുന്നു. 10 മാർക്കുകൾ ടീം മിഖായലിനും നൽകുന്നു. അഭിനന്ദനങ്ങൾ. ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം, വാക്യം, സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം വാക്യം. പൂർണ്ണമായില്ല ഉത്തരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് 68-69 വാക്യം. ഉത്തരം എപ്പോഴും ആദ്യം തന്നെ പൂർണ്ണമായിട്ട് പറയേണ്ടതാണ്. ആദ്യം ഞാൻ പകുതിയല്ലേ പറഞ്ഞപ്പോ, അപ്പൊ അത് 68 ആലോചിച്ചുള്ളൂ. പിന്നെയാണ് അവരും കൂടെ പറഞ്ഞത് 69 ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു. ഉള്ളിൽ ആലോചിച്ചാൽ മാത്രം പോരാ, ശരിയായ ഉത്തരം വന്നാൽ മാത്രമേ ക്വിസ് മാസ്റ്റർ മാർക്ക് നൽകുകയുള്ളൂ. ഉത്തരം ശരിയാണ്. 3 മാർക്കുകൾ കുറയ്ക്കുന്നു. നിങ്ങൾക്ക് 7 മാർക്കുകൾ നൽകുന്നു. നിങ്ങൾക്ക് 2 മാർക്ക് എക്സ്ട്രാ കിട്ടി എന്ന് വിചാരിക്കുക. കാരണം സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോയിരുന്നെങ്കിൽ അവർ ശരി ഉത്തരം പറഞ്ഞാലും 5 മാർക്കുകളെ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് 7 മാർക്കുകൾ. ടീം ഗബ്രിയേലിന് 7 മാർക്കുകൾ നൽകും. വചനം തിരുവചനം റൗണ്ട് പൂർത്തിയാകുന്നു. വചനം തിരുവചനം റൗണ്ട് കഴിഞ്ഞപ്പോൾ ഓരോ ടീമിനും എത്ര പോയിന്റുകൾ ലഭിച്ചു എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 50 പോയിന്റ്സ്. ടീം റാഫേൽ 35 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 17 പോയിന്റ്സ്. വിഷ്വൽ റൗണ്ട് 3 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം, നിങ്ങളെ കാണിക്കുന്ന വിഷ്വൽ ഏതാണ് എന്ന് കൃത്യമായി പറയുക, അല്ലെങ്കിൽ ആ വിഷ്വലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരുവചനം പറയുക. അതിനുശേഷം 2 ചോദ്യങ്ങൾ കൂടി. 30 മാർക്കിന്റെ റൗണ്ടാണ് വിഷ്വൽ റൗണ്ട്. ശരി ഉത്തരം പറഞ്ഞാലാണ് 30 മാർക്ക് കിട്ടുക. ഉത്തരം തെറ്റിയാൽ മൈനസ് മാർക്കുകൾ കിട്ടുന്നതാണ്. 5 മൈനസ് മാർക്കുകൾ കിട്ടും. തെറ്റായ ഓരോ ഉത്തരത്തിനും 5 മൈനസ് മാർക്ക്. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ മൈനസ് പോയിന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ടീം തെറ്റായ ഉത്തരം പറഞ്ഞാലും ശരി ഉത്തരം പറഞ്ഞ് മൈനസ് പോയിന്റുകളിൽ നിന്ന് അവരെ രക്ഷിക്കുക. വിഷ്വൽ റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. ടീം ശ്രദ്ധിക്കുക. ടീം റാഫേൽ, നിങ്ങൾ കണ്ട വിഷ്വലുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തിരുവചനം നിങ്ങൾ പഠിച്ച പാഠ്യഭാഗത്ത് ഉണ്ട്. ആ തിരുവചനം ഏതാണ് എന്ന് പറയും. നിന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നിങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു. വിഷ്വൽ ഏതാണെന്നുള്ള കൃത്യമായി വന്നിട്ടുണ്ട്. വചനം മുഴുവനും കൃത്യമായിട്ട് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് 2 മാർക്കുകൾ ഞാൻ കുറയ്ക്കുകയാണ്. ടീം റാഫേലിന് 8 മാർക്കുകൾ ലഭിക്കുന്നു. 8 മാർക്കുകൾ. അഭിനന്ദനം. ഏത് സുവിശേഷം? അധ്യായം, വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം. ഉറപ്പിക്കുന്നു? ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കും.
മൂന്നാമത്തെ ചോദ്യം. ഇനിയുണ്ട്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം സുവിശേഷകൻ നൽകുന്ന ഉത്തരം എന്താണ്? യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. യേശു അതുവരെ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ടീം റാഫേലിന് 10 മാർക്ക് കൂടി ലഭിക്കുന്നു. അങ്ങനെ വിഷ്വൽ റൗണ്ടിൽ നിന്ന് ടീം റാഫേൽ ആകെ 28 മാർക്കുകൾ സമ്പാദിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയലിനോട്. ടീം ഗബ്രിയൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വിഷ്വലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തിരുവചനം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എൻ്റെ അടുക്കൽ വരുന്നവൻ ശരിയാണ്. ഞാൻ ലോകത്തിന്റെ, അത് മതി, അത് പൂർണ്ണമായി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അതിൽ നിന്ന് അത്രേ മതിയാവും. ഉത്തരം ശരിയാണ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയലിന് 10 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം. ഏത് അധ്യായത്തിൽ വാക്യം? ഏത് അധ്യായത്തിലാണ്? എത്രാം വാക്യമാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം. ഉത്തരം തെറ്റിപ്പോയി. ശരിയായ ഉത്തരം സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ പറയാം. അങ്ങനെ അവർക്ക് ലഭിക്കാവുന്ന മൈനസ് പോയിന്റിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ശരിയായ ഉത്തരമാണ്. 8-ാം അധ്യായം 12-ാം വാക്യം. ടീം ഗബ്രിയലിന് ലഭിക്കുമായിരുന്ന മൈനസ് പോയിന്റ് ഇല്ലാതാകുന്നു. കാരണം സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. ടീം ഗബ്രിയൽ നിലവിൽ 10 മാർക്കുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ഇത് പറഞ്ഞത് ആര്? ഫരിസേയർ. ടെൻഷൻ കാരണമാണോ പേരുകൾക്ക് മാറിപ്പോകുന്നു? ഫരിസേയർ, പരിസോയറൊക്കെ ആയി മാറിപ്പോകുന്നു. ഫരിസേയരാണ്. ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയൽ വിഷ്വൽ റൗണ്ടിൽ നിന്ന് 20 മാർക്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, വിഷ്വൽ ശ്രദ്ധിക്കും. വിഷ്വൽ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള വചനഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ട ഈ ചിത്രം. തിരുവചന ഭാഗം ഏതാണ് ആ തിരുവചനം? അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കുന്നത്. അബ്രാഹാം അത് വിശ്വാസനീതിയായി അവന് പരിഗണിച്ചു എന്ന് അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിച്ചപ്പോൾ. അത് 8-ാം അധ്യായത്തിൽ. എന്താണ് കാര്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിച്ച് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നുള്ളത്. ഉത്തരം ശരിയായിട്ടില്ല. സപ്പോർട്ടിംഗ് ടീം. പറഞ്ഞു. സമയം കഴിഞ്ഞു. ശരിയായ ഉത്തരം ഇതാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പറ്റിയുള്ള സൂചനയാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് 5 മാർക്കുകൾ നൽകുകയാണ്. 5 മാർക്കുകൾ മാത്രമേ നൽകാൻ പറ്റുകയുള്ളൂ. കൃത്യം എന്താണ് എന്ന് സൂചിപ്പിക്കണം. യേശു അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പറയേണ്ടതുണ്ട്. യേശുവും അബ്രാഹവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ഏത് അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിശബ്ദം പാലിക്കുക. 8-ാം അധ്യായത്തിൽ.
8-ാം അധ്യായത്തിൽ ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. പിതാവായ അബ്രാഹം, 3-ാമത്തെ ചോദ്യം. പിതാവായ അബ്രാഹം ആനന്ദിച്ചത് എന്ത് പ്രതീക്ഷയിലാണ്? എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പിതാവായ അബ്രാഹം ആനന്ദിച്ചത്? ദൈവത്തിൽ ആനന്ദിച്ചു. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. സമയം ശ്രദ്ധിക്കും. യേശുവിന്റെ ദിവസം, എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ പിതാവായ അബ്രാഹം ആനന്ദിച്ചു. അതാണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് നിങ്ങൾക്ക് 5 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിന് 5 മാർക്കുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 2-ാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. 3-ാമത്തെ ചോദ്യം തെറ്റായ ഉത്തരം നൽകിയതുകൊണ്ട് നിങ്ങൾക്ക് 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. അങ്ങനെ വിഷ്വൽ റൗണ്ടിൽ ടീം മിഖായലിന് മൊത്തം 10 മാർക്കുകൾ ലഭിക്കുന്നു. വിഷ്വൽ റൗണ്ട് പൂർണ്ണമാകും. വിഷ്വൽ റൗണ്ട് പൂർണ്ണമാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണ് എന്ന് നോക്കാം. ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 60 പോയിന്റ്സ്, ടീം റാഫേൽ 63 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 37 പോയിന്റ്സ്. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ട്. റാപ്പിഡ് റൗണ്ടിന്റെ പ്രത്യേകതകൾ: 5 ചോദ്യങ്ങൾ, 1 മിനിറ്റ് സമയം, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 5 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞാൽ 30 മാർക്കുകൾ. 30 മാർക്കുകൾ നേടിയാൽ ക്വിസ് മാസ്റ്ററുടെ ബോണസ് 10 മാർക്ക്. അങ്ങനെ 40 മാർക്കുകൾ കരസ്ഥമാക്കാനുള്ള ഒരു റൗണ്ടാണ് റാപ്പിഡ് റൗണ്ട്. 3 ടീമുകളും തയ്യാറാകുക. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. ആർ യു റെഡി? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ച സ്ഥലം അറിയില്ല, പാസ് പറയും. പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ആഗോള സഭയുടെ മധ്യസ്ഥൻ പിതാവ്. ശരിയായ ഉത്തരമാണ്. ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥ ആര്? ശരിയായ ഉത്തരം യാത്രക്കാരുടെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ ക്രിസ്റ്റഫർ. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പാംപ്ലാന. പാംപ്ലാന, സ്പെയിൻ. ഇത് വിജ്ഞാനമുത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലല്ലോ. വിജ്ഞാനമുത്തുകളിൽ നിന്ന് മാത്രമേ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ശ്രദ്ധിക്കണം, വിജ്ഞാനമുത്തുകളിൽ നിന്ന് മാത്രമാണ് ചോദ്യം ഉള്ളത്. മുഴുവൻ വായിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. ടീം ഗബ്രിയേൽ 24 മാർക്കുകൾ നേടുന്നു. ഓരോ ചോദ്യത്തിന് ഉത്തരം ശരിയായിട്ട് അവർക്ക് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് 24 മാർക്കുകൾ ടീം ഗബ്രിയേലിന് ലഭിക്കുന്നു. അഭിനന്ദനം. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. കൂദാശകളുടെ എണ്ണം 7 എന്ന് നിജപ്പെടുത്തിയ കൗൺസിൽ ഏത്? ഫ്ലോറൻസ് കൗൺസിൽ. ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ ഏതൊക്കെ? മാമോദീസ, സ്ഥൈര്യവനം, തിരുപ്പട്ടം. ദുഃഖവള്ളി സീറോ മലബാർ സഭയിൽ കടമുള്ള ദിവസമാണോ അല്ലേ? അതെ. വിശുദ്ധമായ അടയാളങ്ങളെന്ന് കൂദാശകളെ നിർവചിച്ചതാര്? വിശുദ്ധ ജസ്റ്റിൻ. വിശുദ്ധ പത്രോസിന്റെ തിരുനാൾ എന്നാണ്? ജൂൺ 29. ജൂൺ 29. ശരിയായ ഉത്തരമാണ്. അവസാനം പറഞ്ഞത് ആദ്യ 2 ഉത്തരങ്ങളും ശരിയാണ്. 2 ഉത്തരങ്ങൾ തെറ്റിപ്പോയി. ഫ്ലോറൻസ് കൗൺസിൽ ശരിയായ ഉത്തരമാണ്. ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ ശരിയായ ഉത്തരം. മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. ദുഃഖവെള്ളി സീറോ മലബാർ സഭയിൽ കടമുള്ള ദിവസമാണോ? അതെ എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. കടമുള്ള ദിവസമല്ല, പക്ഷേ എല്ലാവരും പള്ളിയിൽ പോകുന്ന ദിവസമാണ്. കടമുള്ള ദിവസമായിട്ട് സഭ നിശ്ചയിച്ചിട്ടില്ല. കടമുള്ള ദിവസങ്ങൾ 6 ദിവസങ്ങൾ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധമായ അടയാളങ്ങളെന്ന് കൂദാശകളെ നിർവചിച്ചത് വിശുദ്ധ അഗസ്റ്റ്യനാണ്, ജസ്റ്റിൻ അല്ല. വിശുദ്ധ പത്രോസിന്റെ തിരുനാൾ ജൂൺ 29. ശരിയായ ഉത്തരമാണ്. 3 ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ടീം മിഖായലിന് 18 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ടിലെ
മൂന്നാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ബലിയർപ്പണത്തിൽ അപ്പത്തിനും വീഞ്ഞിനും വരുന്ന മാറ്റത്തിന് പരമ്പരാഗതമായി പറയുന്ന പേര് എന്ത്? സത്താമാറ്റം. സത്താമാറ്റം ശരിയായ ഉത്തരം. സ്ഥൈര്യലേപന കൂദാശയുടെ കാർമ്മികർ ആരും? മെത്രാൻ. ആശീർവദിച്ച തൈലം കൊണ്ട് വൈദികർക്കും ഇത് ചെയ്യാം. ശരി. മാമുദീസയെ മുദ്ര എന്ന് വിശേഷിപ്പിച്ചത് ആര്? അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. ശരിയായ ഉത്തരമാണ്. രക്തത്താലുള്ള മാമുദീസ എന്താണ്? പശ്ചാത്താപത്തിന്റെ സ്നാനം. മാർ എന്ന വാക്കിന്റെ അർത്ഥം? എന്റെ നാഥൻ. എന്റെ നാഥൻ. 4 ഉത്തരം നിങ്ങൾ ശരിയാക്കിയിരിക്കുന്നു. ഒരു ഉത്തരം തെറ്റാണ്. രക്തത്താലുള്ള മാമുദീസ എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിക്കുക എന്നുള്ളതാണ്. രക്തസാക്ഷിത്വം വരിക്കുക എന്നുള്ളതാണ്. രക്തസാക്ഷിത്വം വരിക്കുന്നവർക്കെല്ലാം, ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുന്നവർക്ക് രക്തത്താലുള്ള മാമുദീസ അവർക്ക് ലഭിക്കുന്നു. ടീം റാഫേലിന്റെ 4 ഉത്തരങ്ങൾ ശരിയായിരിക്കുന്നു. 24 മാർക്കുകൾ ടീം റാഫേലിന് ലഭിക്കുന്നു. അഭിനന്ദനം. 3 ടീമുകൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണെന്ന് നോക്കാം. ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 78 പോയിന്റ്സ്, ടീം റാഫേൽ 87 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 61 പോയിന്റ്സ്. 3 റൗണ്ടുകൾ പിന്നിടുന്നു. 4-ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ട്. സപ്പോർട്ടിംഗ് ടീമിന് തങ്ങളുടെ ടീമിനുള്ള പിന്തുണയും ശക്തിയും പകർന്നു കൊടുക്കുവാനുള്ള സുവർണാവസരം. 3 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ആദ്യ ചോദ്യത്തിന് 20 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിനും 10 മാർക്ക്. ആദ്യ ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഈ തിരുവചന ഭാഗം ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയത്? എഫേസസിന്റെ ലേഖനം. മതി, എഫേസസുകാരുടെ ലേഖനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സപ്പോർട്ടിംഗ് ടീം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: എത്രാം അധ്യായത്തിൽ? 1-ാമത്തെ അധ്യായം. 1-ാം അധ്യായത്തിൽ. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. വീണ്ടും 10 മാർക്കുകൾ കൂടി ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ലഭിക്കുന്നു. 3-ാമത്തെ ചോദ്യം: 2021 ജൂൺ 21 മുതൽ ജൂൺ 27 വരെ റോമിൽ വെച്ച് ലോക കുടുംബ സമ്മേളനം നടക്കുകയാണ്. ഈ ലോക കുടുംബ സമ്മേളനത്തിന്റെ പ്രമേയം എന്ത്? കുടുംബത്തിലെ സ്നേഹം വിശുദ്ധിയിലേക്കുള്ള വിളിയും പാതയും. കുടുംബത്തിലെ സ്നേഹം വിശുദ്ധിയിലേക്കുള്ള വിളിയും പാതയും. ഉത്തരം ശരിയാണ്. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം 40 മാർക്കുകളും നേടിയിരിക്കുന്നു. ടീം മിഖായലിന് തീർച്ചയായും അതൊരു വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. സെന്റ് മേരീസ് ഇടവക കല്ലാനോട്. കല്ലാനോടിലെ അമ്മമാർ ഒത്തിരി തിരക്കുള്ള അമ്മമാരാണ്. പത്രവും പുസ്തകങ്ങളും ഒക്കെ വായിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? അത്യാവശ്യം വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവേ നിങ്ങൾ മാതൃസംഘത്തിലുള്ളവർ മാത്രമല്ല ഈ കാലഘട്ടത്തിലെ അമ്മമാർക്ക് വായിക്കാൻ പഠിക്കാനൊക്കെ സമയം ഇന്ന് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരക്ക് മൂലം, ജോലി തിരക്ക് മൂലം അസാധ്യമായിരിക്കുന്നോ വായന? കല്ലാനോട് പൊതുവെ സ്ത്രീകൾ അത്യാവശ്യം വീട്ടിലെ ജോലികൾ മാത്രമല്ല പുറത്ത് ജോലികൾ ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം പേരും. വായന അത്യാവശ്യമുണ്ട്. എന്തൊക്കെയാണ് വായിക്കുന്നത്? പേപ്പർ വായിക്കും, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൂടുതലായും സൺഡേ ശാലോം, മലബാർ വിഷൻ യൂണിറ്റുകളിലെല്ലാം മലബാർ വിഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രെയർ മീറ്റിങ്ങിന് പോലും മലബാർ വിഷൻ്റെ
ഒരു പ്രസക്ത ഭാഗം എല്ലാ പ്രാവശ്യവും വായിക്കുന്നതാണ്. പുസ്തകങ്ങൾ വായിക്കാൻ, പുസ്തകങ്ങൾ കിട്ടാനൊക്കെ മാർഗമുണ്ടോ? പുസ്തകങ്ങൾ കിട്ടാൻ മാർഗങ്ങളുണ്ട്. ലൈബ്രറി ഉണ്ട് കല്ലാനോടിൽ. കൊള്ളാം. അപ്പോൾ വായിക്കേണ്ടവർക്ക് വായിച്ചു വളരാൻ ധാരാളം അവസരമാണ്. വായിക്കേണ്ടവരാണ് അമ്മമാർ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുകയായിരുന്നു. വചനം പഠിച്ചപ്പോൾ, ധാരാളം സമയം പഠിക്കാനായി നീക്കിവെച്ചപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സമയമില്ലാതെ വന്നു. കുറേയൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ സമയം എടുത്തതൊക്കെ കുറച്ചും കൂടി സമയത്തെ കുറച്ച് കൊണ്ടുവന്നിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സമയം കുറച്ചത്? പ്രധാനമായും മറ്റുള്ളവരോടുള്ള ഫോൺ വിളികൾ. ആ സമയം ഫോൺ വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ ഫോണിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലെ പണികളൊക്കെ തീർത്തതിന് ശേഷം ബൈബിൾ ഒന്ന് പഠിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് അത് പ്രധാനമായും ഫോൺ വിളികൾ പരമാവധി കുറയ്ക്കും. യെസ്, പല കാര്യങ്ങളും കുറച്ചാൽ വായിക്കാനും പഠിക്കാനും ഒക്കെ ധാരാളം സമയമുണ്ട് എന്നാണ് കല്ലാനോടെ അമ്മമാർക്ക് പറയാനായിട്ടുള്ളത്. ചോദ്യത്തിലേക്ക്. ആദ്യ ചോദ്യം. എൻ്റെ പ്രിയ സഹോദരനെ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും പണിയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗം? എഫേസോസുകാരുടെ ലേഖനം. എഫേസോസുകാർക്കുള്ള ലേഖനമാണ്. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം 20 പോയിന്റുകൾ കരസ്ഥമാക്കും. എത്രാം അധ്യായത്തിലാണ് ഈ തിരുവചനം? 5-ാം അധ്യായത്തിലാണ്. ടീം റാഫേലിന്, ഇവിടെ നിൽക്കുന്ന ടീം 2 പേർക്ക് എതിരഭിപ്രായമുണ്ടോ? 5-ാം അധ്യായത്തിൽ 5 എന്നാണ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം പറഞ്ഞത്. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 2-ആണ്. 2-ാം അധ്യായത്തിൽ. 3-ാമത്തെ ചോദ്യം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളാൽ സുപ്രസിദ്ധമാണ് മെഡ്ജുഗോറിയോ. ഏത് രാജ്യത്താണ് ഈ സ്ഥലം? വത്തിക്കാൻ അങ്ങോട്ടേക്കുള്ള തീർത്ഥാടനം അംഗീകരിക്കുകയുമുണ്ടായി. ഏത് രാജ്യത്താണ് ഈ സ്ഥലം? ബ്രസീൽ. ഉത്തരം തെറ്റാണ്. ബോസ്നിയയിലെ മഡ്ജിഗോറിയ. ബോസ്നിയ. നിങ്ങൾ പറഞ്ഞു ഉത്തരം ശരിയാണ്, പക്ഷെ പോയിന്റുകളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് പോയിന്റുകളില്ല. റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം 20 മാർക്കുകൾ ടീമിന് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. 20 മാർക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. നിങ്ങളുടെ ഇടവകയുടെ പേര്? സെന്റ് ജോർജ് ചർച്ച് കുളത്തുവയൽ. സെയിന്റ് ജോർജ് ചർച്ച് കുളത്തുവയൽ. സെയിന്റ് ജോർജ് ചർച്ച് കുളത്തുവയൽ. നിങ്ങളുടെ ഇടവകയിലെ അമ്മമാർക്ക് വായിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? അത്യാവശ്യം വായിക്കാറുണ്ട്. എത്ര സമയമൊക്കെ വായിക്കാൻ സാധിക്കുന്നു? വീട്ടിലെ പണിയുടെ തിരക്കൊക്കെ കഴിയുമ്പോൾ. വീട്ടിലെ പണിയുടെ തിരക്ക് അമ്മമാർക്ക് എന്നാണ് തീരുന്നത്? സമയം കണ്ടെത്തും വായിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് വീട്ടിലെ പണി മുഴുവൻ അമ്മമാരുടെ തലയിൽ വരുന്നത്? അമ്മമാരല്ലേ വീട്ടിലെ പണികൾ ചെയ്യുന്നത്. അമ്മമാരല്ലേ വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ആരാണ് ചെയ്യുക? വീട്ടിലെ എല്ലാവർക്കും കൂടി പങ്കിട്ട് കൊടുക്കേണ്ടതല്ലേ ജോലികൾ. പക്ഷെ അതെങ്ങനെ ശരിയാവും? അമ്മയല്ലേ ജോലിയെല്ലാം ചെയ്യേണ്ടത് എന്നാണ് ഭൂരിഭാഗം അമ്മമാരും ചിന്തിക്കുന്നത്. ആ ചിന്ത മാറി വരുമെന്ന് വിചാരിക്കാം. ജോലികൾ എല്ലാവർക്കും കൂടി ഭാഗിച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാ ജോലികളും അമ്മമാരുടെ തലയിലേക്ക് വെക്കരുത്. ചോദ്യത്തിലേക്ക്. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. 20 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ചോദ്യം. എത്രാം അധ്യായത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്?
5-ാം അധ്യായം. 5-ാം അധ്യായം എന്നല്ലേ പറഞ്ഞത്? ഉത്തരം തെറ്റാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ പറയാവുന്നതാണ്. 4-ാം അധ്യായത്തിൽ നിന്നാണ്. 4-ാം അധ്യായത്തിൽ നിന്നാണ്. 3-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതിയുടെ പേര് എന്ത്? അറിയില്ല. അറിയില്ല. നിങ്ങൾക്കറിയാം? ജംബാറ്റിസ്റ്റ ഡിക്വാത്രോ. ജംബാറ്റിസ്റ്റ ഡിക്വാത്രോ. ജംബാറ്റിസ്റ്റ ഡിക്വാത്രോ. ആ പേര് ബുദ്ധിമുട്ടേറിയ പേരാണ്. ഇറ്റാലിയൻ നാമമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്നാപക യോഹന്നാൻ എന്നുള്ളതാണ് മലയാളത്തിൽ അതിൻ്റെ പേര് വരുന്നത്. അതുകൊണ്ട് ആ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞെങ്കിലും ടീമിന് സ്കോർ നൽകുന്നതല്ല. കാരണം സപ്പോർട്ടിംഗ് ടീം തന്നെ ശരിയായ ഉത്തരം പറയേണ്ടതാണ്. ടീം ഗബ്രിയലിന് നിലവിൽ 20 പോയിന്റുകളാണ് ഈ റൗണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ടീം ഗബ്രിയലിന്, സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനം. 4 റൗണ്ടുകൾ പൂർത്തിയാകും. അടുത്ത റൗണ്ട് മെഗാ ബോണസ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്കോർ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം സ്കോറും എതിർ ടീമിൻ്റെ സ്കോറും കൃത്യമായി മനസ്സിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കുക. കാരണം മെഗാ ബോണസ് റൗണ്ടിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അത് നിങ്ങളെ സഹായിച്ചേക്കും. സ്കോർ അറിയുന്നതിനായി ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 118 പോയിന്റ്സ്. ടീം റാഫേൽ 107 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 81 പോയിന്റ്സ്. 3 ടീമുകളും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. മെഗാ ബോണസ് റൗണ്ടിൽ അട്ടിമറികൾ സാധാരണമാണ്. മുന്നിൽ നിൽക്കുന്ന ടീമുകൾ പിന്നോട്ട് പോകാറുണ്ട്. താഴെ നിൽക്കുന്ന ടീമുകൾ മുന്നോട്ട് വന്ന് വിജയശ്രീലാളിതരായി കടന്നു പോകാറുണ്ട്. മെഗാ ബോണസ് റൗണ്ടിന്റെ സ്വാഭാവിക രീതികളാണ് അതെല്ലാം. ഇവിടെയും എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. 3 ചോദ്യങ്ങളാണ് ടീമിനോട് ചോദിക്കുക. വ്യത്യസ്തമായ പോയിന്റുകൾ. ആദ്യ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 15 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിന് 25 മാർക്ക്. ബോണസ് തന്ന് നിങ്ങളെ ഓരോരുത്തരുടെയും സ്കോർ ഷീറ്റിനെ ബലപ്പെടുത്തുന്ന റൗണ്ടാണ് മെഗാ ബോണസ് റൗണ്ട്. ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരം നൽകിയാൽ അപകടമുണ്ട്. നിങ്ങളുടെ പോയിന്റുകൾ നഷ്ടമാകും. തത്തുല്യമായ പോയിന്റുകൾ മൈനസ് ചെയ്യപ്പെടും. അതുകൊണ്ട് ശരി ഉത്തരം പറയുക. തെറ്റായ ഉത്തരം പറഞ്ഞാൽ പോയിന്റ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കും. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് മുൻകൂട്ടി നിങ്ങളോട് പറയും. അതനുസരിച്ച് ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യണോ ക്വിറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ശരിയായ ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം, അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാവൂ എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, ഗെറ്റ് റെഡി. നിങ്ങളോടുള്ള ചോദ്യം വിജ്ഞാനമുത്തുകൾ നിന്നാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യും? പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. നല്ല തീരുമാനമാണ്. ചോദ്യം 1. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്ന ശക്തി സ്രോതസ് ഏത്? ആരാധന. ലിറ്റർജി. ലിറ്റർജി. ലിറ്റർജി അഥവാ ആരാധനക്രമം. ഉത്തരം പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് പറയുക. ആദ്യമായതുകൊണ്ട് മാത്രം നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയേണ്ടതില്ല. ആലോചിച്ചിട്ട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് മാത്രം ഉത്തരം പറയുക. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് നൽകുകയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? സപ്പോർട്ടിംഗ് ടീം നിശബ്ദരായിരിക്കുക. നിങ്ങളുടെ തീരുമാനം പെട്ടെന്ന് കിട്ടേണ്ടതുണ്ട്.
ക്വിസ് മത്സരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. 12ാം പിയൂസ് മാർപ്പാപ്പ ആരാധനക്രമത്തിന് അല്ലെങ്കിൽ ലിറ്റർജിക്ക് നൽകുന്ന ഒരു നിർവചനം നിങ്ങളുടെ പാഠ്യഭാഗത്ത് നൽകിയിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് ഏതാണ്? നിങ്ങൾ ആലോചിച്ച് സമയം മുഴുവൻ തീർന്നു പോകരുത്. മെഡിയാറ്റോർ ദോയി എന്ന ഏതാണത്? നിർവചനമാണ് വേണ്ടത്. സഭയുടെ ശക്തി മുഴുവൻ നിർവഹിക്കുന്ന സമയം കഴിഞ്ഞു. 30 സെക്കൻഡുകളാണ് നിങ്ങളുടെ സമയം. 30 സെക്കൻഡുകൾ മാത്രം. പെട്ടെന്ന് ഉത്തരം പറയണ്ടേ? പിതാവായ ദൈവത്തിന് മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങൾ നൽകുന്ന ഔദ്യോഗിക ആരാധനയാണ് ലിറ്റർജി. 15 മാർക്കുകൾ നഷ്ടമാകുന്നു. ഞാൻ ചോദിച്ചതാണ് ക്വിറ്റ് ചെയ്യുന്നോ പ്രൊസീഡ് ചെയ്യുന്നോ എന്ന്. ടീം റാഫേലിന്റെ അടുത്ത ചോദ്യത്തിലേക്കുള്ള കവാടം അടഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേലിനോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ BP ഒന്നും കൂടിയിട്ടില്ല, തൊണ്ട വരളുന്നില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. യെസ്, നിങ്ങൾ ധൈര്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന പാഠ്യഭാഗ്യം അറിയണ്ടേ? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വിശുദ്ധ പൗലോസ് ലീഗ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം. എന്താണ് നിങ്ങളുടെ തീരുമാനം? ക്വിറ്റ് ചെയ്യുന്നോ പ്രൊസീഡ് ചെയ്യും? പ്രൊസീഡ് ചെയ്യും. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം, അതിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഈ ലേഖനം, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം എഴുതിയതെന്ന് കരുതപ്പെടുന്ന കാലഘട്ടം ഏത്? നിങ്ങൾക്ക് കൂടി ആലോചിച്ച് ഉത്തരം പറയാവുന്നതാണ്. ചോദ്യം ആവർത്തിക്കാം. ഈ ലേഖനം എഴുതിയതെന്ന് കരുതപ്പെടുന്ന കാലഘട്ടം. രണ്ടും മൂന്നും പേർഷ്യത യാത്രയിൽ 3 വർഷം കൊണ്ടാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ട് 3-4 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഉത്തരം പറയാൻ ആരംഭിച്ചത് തന്നെ. 30 സെക്കൻഡുകളാണ് നിങ്ങളുടെ സമയം. ശരിയായ ഉത്തരം പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല. ശരിയായ ഉത്തരം AD 58-നും 60-നും ഇടയ്ക്ക് എന്ന് കരുതപ്പെടും. 10 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. ടീം ഗബ്രിയേലിന് 10 മാർക്കുകൾ നഷ്ടമാകും. മെഗാ ബോണസ് റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. നിങ്ങളുടെ BPക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കും. നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുള്ള ചോദ്യം ചോദിക്കുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നില്ല. അവർ തന്ത്രപരമായി ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. 3 ടീമുകളും ഒപ്പത്തിനൊപ്പം വാശിയേറിയ മത്സരം. വിജയപരാജയങ്ങൾ എല്ലാ മത്സരത്തിൻ്റെയും ഭാഗമാണ്. ഏത് ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? ജോസ്മിയിലേക്ക്. ജോസ്മി. വചനം മാധുര്യമേറിയതാണ്. ജീവിത പ്രതിസന്ധികളിൽ അത് കൂടുതൽ മാധുര്യമേറിയതാകുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 118 പോയിന്റുമായി ടീം മിഖായേൽ. 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 102 പോയിന്റുമായി ടീം റാഫേൽ.
നേടിയിരിക്കുന്നത് 71 പോയിന്റുമായി ടീം ഗബ്രിയേൽ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകുവിൻ. വചനം പഠിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തിയ 3 ടീമുകളിൽ 2 ടീമുകൾ മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ ടീം ആ വചനം നടപ്പിലാക്കി വചനം വിതയ്ക്കുന്ന കാര്യത്തിൽ വലിയ പരിശ്രമം ചെയ്താണ് പിൻവാങ്ങുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം സ്മരണീയമാണ്. മൂന്നാമത് മെഗാ ബോണസ് റൗണ്ടിൽ നിങ്ങളെടുത്ത തീരുമാനം ഉചിതം തന്നെയാണ്. നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തേ പറ്റൂ. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1ാം സ്ഥാനത്തേക്കോ അടുത്ത റൗണ്ടിലേക്കോ കയറാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധ്യമായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാതെ പോയി എന്ന് മാത്രം. വലിയ വ്യത്യാസമില്ലാതെയാണ് നിങ്ങൾ പുറത്താകുക എന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല. മറ്റ് 2 ടീമുകൾക്ക് നമ്മൾ അവസരം കൊടുത്ത് പിന്നണിയിലേക്ക് മാറുന്നു എന്ന് മാത്രം. വചനം പ്രഘോഷിക്കുക എന്ന വലിയ ദൗത്യം നിങ്ങൾ വലിയ രീതിയിൽ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. ടീം 1ാം സ്ഥാനം നേടിയ ടീം മിഖായൽ, തിരുവമ്പാടി ഇടവകയെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ടീം മിഖായലിനെയും കല്ലാനോട് ഇടവകയെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങളെയും ഏറ്റവും ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനം സാധ്യമായില്ലെങ്കിൽ കൂടിയും വളരെ നല്ല രീതിയിൽ മത്സരിച്ച ടീം ഗബ്രിയേലിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ടീം ഗബ്രിയേലിന് ഷാലോം ടെലിവിഷന്റെ പ്രത്യേക ഉപഹാരം ഇപ്പോൾ നൽകുന്നതാണ്. ഉപഹാരവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങാനായി ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകമാണ് ഷാലോം ടെലിവിഷൻ മത്സരാർത്ഥികൾക്ക് സമ്മാനമായി നൽകുന്നത്. മനോഹരമായൊരു പുസ്തകമാണിത്. ഈ പുസ്തകം ഒരു ദിവസം കൊണ്ട് അമ്മമാരാരും വായിച്ച് തീർക്കരുത്. ഓരോ ദിവസവും പ്രാർത്ഥനാപൂർവം ഈ പുസ്തകം തുറക്കുക. ഈ പുസ്തകത്തിലെ ഇടതുവശത്ത് ഒരു സന്ദേശമുണ്ട്. അത് മാതാവിൻ്റെ സന്ദേശമായി കരുതുക. വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുകയും ചെയ്യും, ഇതെനിക്ക് വേണ്ടി തന്നെ മാതാവ് നൽകിയ സന്ദേശമാണെന്ന്. അതിൻ്റെ മനോഹരമായൊരു വിചിന്തനം അതിൻ്റെ മറുവശത്ത് തൊട്ടപ്പുറത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മമിത്രം പോലെ സൂക്ഷിക്കുക. ഈ പുസ്തകം നമ്മുടെ വഴിയാത്രയിൽ ഒരു വഴിവിളക്കായി തീരുക തന്നെ ചെയ്യും. നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ, പുസ്തകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുവാൻ മത്സരാർത്ഥികളെ ക്ഷണിക്കും. വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകുവിൻ. വിശുദ്ധ ശ്ലീഹായുടെ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ മായാതെ നിൽക്കട്ടെ. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്ന് വചനത്തിൻ്റെ വസന്തം ഒരുക്കുകയാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് അനുവർത്തിക്കുന്നവരും അത് പ്രഘോഷിക്കുന്നവരുമായി മാറുകയാണ് താമരശ്ശേരി രൂപതയിലെ അമ്മമാർ മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ. ഷാലോം ടെലിവിഷൻ അതിനുള്ള വേദി ഒരുക്കുന്നു പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലൂടെ. മാതാക്കളുടെ ആവേശത്തിൽ, അവരുടെ ഈ വലിയ പ്രഘോഷണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം, പ്രോത്സാഹിപ്പിക്കാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.